ലൂടെ കണക്കിന് സാധനം തട്ടിയേക്കണത്. നമസ്കാരം. എടത്തല പഞ്ചായത്തിലെ അല്ലമീൻ കോളേജിന് സമീപം NAD റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ പ്ലോട്ടിൽ ടൺ കണക്കിന് മാലിന്യം തള്ളിയതായി വ്യാപകമായ പരാതി. രാത്രിയുടെ മറവിൽ തള്ളുന്ന മാലിന്യം ചീഞ്ഞു നാറുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജി CK വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശനം നടത്തി. സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്താണ് പ്ലാസ്റ്റിക് കവറുകളിലാക്കി മാലിന്യം തള്ളിയിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയിൽ പോലീസും ഉയർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാർഡ് മെമ്പർ ശ്രീ നൌഷാദ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തി വിശദീകരണവുമായി പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ഉദ്യോഗസ്ഥരും ചാനലിനോട് ചേരുന്നു. നമ്മുടെ എടത്തല ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ 16 വാർഡിലാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ക്യാമറയിൽ പതിയുന്നുണ്ട് രാത്രി കാലങ്ങളിൽ വണ്ടി വന്നത്. പക്ഷെ എന്താണെന്ന് നമ്മൾ 2 പ്രാവശ്യം പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകളോട് വന്ന് നോക്കിയിട്ട് നമുക്ക് ഗേറ്റ് തുറന്ന് തന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ പോലീസിനെയും കൂട്ടിക്കൊണ്ട് നമ്മളിവിടെ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഭീകരാവസ്ഥ നമ്മളിവിടെ കാണുന്നത്. ഇതിപ്പോൾ ചെയ്തത് ഒരു റഫീഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അയാൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ തന്നെയാണ് സ്വന്തം വീട്. അപ്പോൾ നമ്മൾ അവിടെ വരെ ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാളെ ഫോൺ വിളിച്ചിട്ട് കിട്ടണമില്ല, അയാളിട്ട് അവിടെ ഇല്ലേതാണ്. അപ്പോൾ അതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഓണർ ഒരു ആലുവയിലുള്ള ഒരാളാണ്. അയാളെയും വിളിച്ച് പോലീസ് വന്ന് അയാളെ വിളിച്ചപ്പോൾ അയാൾ 3:30 ആകുമ്പോൾ പഞ്ചായത്തിലേക്ക് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് ഇത് ഫുഡ് വേസ്റ്റ് എല്ലാം ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്, ഓഡിറ്റോറിയ വേസ്റ്റ് ഉണ്ട്. തന്നെ നമുക്കൊപ്പമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.